സാർവിൻ അല്ലേ മോനെ? ഒന്ന് പേരൊന്ന് പറഞ്ഞേ. സാർവിൻ ഇമ്മാനുവൽ മിമിക്രി കലാകാരനാണ്. യുവജനോത്സവത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഏത് ക്ലാസ്സിലാണ് കുഞ്ഞ് പഠിക്കുന്നത്? 2. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ? തങ്കി സ്കൂളിലാണ് പഠിക്കുന്നത്. തൊട്ടടുത്താണ് തങ്കി അല്ലേ? തങ്കി സ്കൂൾ. ഈ തങ്കി ഒരു പള്ളിയുണ്ട്, മതസൗഹാർദ്ദ പള്ളിയാണ്. എനിക്കൊരു തീരദേശം മുഴുവൻ ഈ മതസൗഹാർദ്ദ പള്ളികളാണ്. അങ്ങനെ വേണം അല്ലേ? കടലിനോട് നമുക്ക് എന്തിനും മതം. കടലിനെ നമ്മൾ ജയിച്ചു വന്നവരാണ് അല്ലേ? എല്ലാം വന്ന് ചേരുന്നതാണ്. എല്ലാം വന്ന് ചേരുന്ന കടൽ. കൊള്ളാം കേട്ടോ, ഒരു നല്ല ഫിലോസഫിയാണ്. അപ്പോൾ എല്ലാം വന്ന് ചേരുന്ന കടലു പോലെയാണ് തീരദേശത്തുള്ള മനുഷ്യർ. അപ്പോൾ സാർവിൻ, തങ്കിയിലെ 2ാം ക്ലാസ്സുകാരനായ സാർവിൻ്റെ ഒരു മിമിക്രി ഐറ്റം, ഒരു അഡാറായിട്ട് നമുക്ക് കേൾക്കാം. റെഡിയല്ലേ? അപ്പോൾ ശരി, എല്ലാവരും കൈ പിടിക്കുമല്ലോ. ശരി. അപ്പോൾ കുഞ്ഞെ നമുക്ക് തുടങ്ങാം. റെഡി? എന്താ ആദ്യം ചെയ്യാൻ പോകുന്നത്? ഒരു പട്ടി കുറയ്ക്കുന്നത്. ശരി, നോക്കാം. ആഹാ, അടിപൊളിയാണല്ലോ. വേറെന്താ ഉള്ളത്? ഇത് നാടൻ പട്ടിയാണോ അൽസേഷ്യനാണോ? നാടൻ പട്ടി. അടുത്ത് ഓരിയിടുന്നത്. പട്ടിയെ കല്ലെറിയുമ്പോഴുള്ള ശബ്ദം. അതൊരു കുഞ്ഞു പട്ടിയായിരുന്നു അല്ലേ? അടുത്ത് ഒരു പൂച്ച കരയുന്ന ശബ്ദം. ഇനി എന്താ? പൂച്ച കടിപിടിക്കും. പൂച്ച കടിപിടി കൂടുന്നത്. ഗംഭീരം. കൊള്ളാം. ഒരാട്ടിൻകുട്ടി കരയുന്ന ശബ്ദം. ആട്ടുംകുട്ടി കരയും. ശരി. പട്ടി, പൂച്ച, ആട്ടുംകുട്ടി. അടുത്തതായി ഒരു കുഞ്ഞിക്കാക്ക കരയുന്ന ശബ്ദം. കുഞ്ഞിക്കാക്കയോ? ഗംഭീരം. അടുത്തതായി ട്രെയിനിന്റെ ശബ്ദം. സൂപ്പർ, അടിപൊളി, ഗംഭീര കൈഡി. അപ്പോൾ ആർത്തിങ്കലിന്റെ ഭാവി വാഗ്ദാനമായ ഒരു കലാകാരനെ കൂടി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. സാർവിൻ എന്ന 2ാം ക്ലാസ്സുകാരന്റെ പ്രകടനമാണ് കണ്ടത്. എല്ലാം അതേപോലെ ഉണ്ടല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജീവി ഏതാ? ആടാണോ, കാക്കയാണോ, പട്ടിയാണോ, പൂച്ചയാണോ? ആടിനെയാണ് സാർവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വീട്ടിൽ ആടുണ്ടോ? വീട്ടിൽ ആടില്ല. ഒരു ആടിനെ വാങ്ങിച്ചു തരട്ടെ? ഈ തീരപ്രദേശത്ത് ആടിനെ എങ്ങനെ വളർത്തും എന്നൊരു സംശയമായിരിക്കും കുഞ്ഞിനുണ്ടാവുന്നത്. അപ്പോൾ സാർവിൻ്റെ കലാപ്രകടനം കണ്ടു. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക്. അതായത് പ്രസിഡന്റ്, ചുരുക്കത്തിൽ വളരെ ലളിതമായി ചോദിച്ചാൽ, നമ്മുടെ ഈ ഈസ്റ്ററിന് സപ്ലൈകോയിൽ വന്ന് സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാർ സാധനം കിട്ടാതെ തിരിച്ചുപോയി ആരിഫിന് വോട്ട് ചെയ്യുമോ എന്നതാണ് ഇവർ ചോദിച്ച ചോദ്യം. ഈസ്റ്ററിന് പിന്നെ സപ്ലൈകോയിൽ വന്ന ആള് സാധനം കിട്ടാതെ പോയി എങ്കിൽ മാത്രമല്ലേ അത്ര അവസരത്തിലേക്ക് വരുള്ളൂ. അതാണ് തന്ത്രപരമായ മറുപടിയാ. സാധനം കിട്ടും. സാധനം ഉണ്ടോ അവിടെ? സാധനം ഉണ്ടോ അവിടെ? സാധനമുണ്ട്.